ലക്ക് ത്രൂ ആർക്കെങ്കിലും ഇപ്പോൾ ഈ പന്ത് കിട്ടും. അങ്ങനെ പന്ത് നേരെ പോയി വീഴുന്നത് നെസ്സിൻ്റെ മുന്നിലോട്ടാണ്. ആൻഡ് ഇത് കണ്ടിട്ട് ഇസാക്കിയും കൈസറും ഗോൾ അടിക്കാന്നുള്ള ഹോപ്പിലാണ്. അത് എനിക്ക് ഈ പാനലിൽ കാണാം. ആൻഡ് ഇതിന് ശേഷം നെസ്സിന് ഇപ്പോൾ കുറച്ചൊരു ഹോപ്പ് വന്നിട്ടുണ്ട്. കാരണം ലക്ക് ഇപ്പോൾ അവൻ്റെ അടുത്താണുള്ളൊരു ഹോപ്പ് അവന് വന്നിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ എന്ത് ചെയ്യും? കൈസറിന് പാസ് കൊടുക്കണോ അതോ ഗോൾ അടിക്കണോ അതോ ഗോളിൻ്റെ അങ്ങോട്ട് പന്ത് അടിച്ച് ഒഴിവാക്കണോ? ആൻഡ് ഈ സെയിം കാര്യം തന്നെ കൈസർ ആലോചിച്ചിട്ടുണ്ട്. ഈ ചെറുക്കപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്ക് പാസ് തരൂ അത് എന്നെ ഒഴിവാക്കൂ. ഇവനെന്തായാലും ഗോൾ അടിക്കാൻ വളർന്നിട്ടില്ല, അതുകൊണ്ട് എന്തായാലും ഇവൻ എനിക്ക് തന്നെ പാസ് ചെയ്യുള്ളൂ എന്നുള്ള കോൺഫിഡൻസിലാണ് കൈസർ നിൽക്കുന്നത്. ബട്ട് ഇവിടെ നെസ് എന്താ ചെയ്യാന്നറിയോ? നെസ് എല്ലാം തോൽപ്പിച്ചിട്ട് നെസ് അവിടുന്ന് ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പാസ് അങ്ങോട്ട് കൊടുക്കും. അതായത് നെസ്സിന്റെ മൈൻഡിൽ ഇങ്ങനെ ആയിരിക്കും, അതായത് കൈസറിന് വേൾഡ് ബെസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം അടിച്ച പാസ്സില്ലേ അത് എങ്ങനെയും എടുത്തിട്ട് ഗോൾ അടിക്കുക. അതായത് ഒരു ചലഞ്ചിങ് പാസ് കൈസറിന് നെസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ആൻഡ് ഈ അടിച്ച പന്ത് എല്ലാ ഡിഫൻഡേഴ്സിനെയും എല്ലാവരെയും മുന്നോട്ട് തള്ളിയിട്ട് കറക്റ്റ് ഒരു പൊസിഷനിലോട്ട് വന്ന് വീഴുന്നു. അവിടെ എല്ലാം വിചാരിച്ച പോലെ തന്നെ കൈസർ വന്ന് നിൽക്കുന്നു. ആൻഡ് ഇത് കണ്ടിട്ട് നെസ്സും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. കാരണം കിട്ടിയല്ലോ, പന്ത് കൈസറിന് കിട്ടിയല്ലോ, എൻ്റെ തിങ്കിങ്ങിനെ കൈസർ മനസ്സിലാക്കിയല്ലോ. ബട്ട്